Hello dears, welcome to my channel. It's me Sahla. ഇന്ന് ചെട്ടിനാട് ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തമിഴ് ഡിഷാണിത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ ഈ ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൽ ചേർക്കുന്ന മസാല തന്നെയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. ഇതിനായിട്ട് ഉണക്കമുളക്, മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പു, പട്ട, തക്കോലം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട അളവ് ഞാൻ പറഞ്ഞുതരാം. 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 7 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 4 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, 5-6 ഉണക്കമുളക്, 1 തക്കോലം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്ത് അതും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മുളക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് ചേർക്കാം. മുളകും ചേർത്തതിന് ശേഷം ഒന്നിളക്കി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചൂടുള്ളതിലേക്ക് തന്നെ ഒരു 5 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ചേർക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1/2 കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് ഞാൻ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു നാരങ്ങയുടെ നീരൊഴിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് കൂടി വേണം. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിൽ ചേർക്കാൻ. ഇനി ഇതിങ്ങനെ അരമണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നെയ്യിലുണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നെയ്യിലേക്ക് 2 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ മൂപ്പിച്ചെടുക്കരുത്, ഇത് ഫ്രൈ ആക്കരുത്. കാരണം ഇത് ഇടയിൽ കടിക്കുമ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടണം. അതുകൊണ്ട് ഇത് കൂടുതൽ വഴറ്റി മൂപ്പിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചേർക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുകയാണെങ്കിൽ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമായിരുന്നു ഇട്ടത്. ഇപ്പോൾ ഈ തക്കാളിയിലേക്കും ഉള്ളിയിലേക്കും ഒക്കെ ഉള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചാണ് വേവിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെക്കും. അങ്ങനെ ഈ ചിക്കൻ വേവുന്നത് വരെ നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മാത്രം ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇതിപ്പോൾ പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. ഒരു 10 കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് ചേർക്കാം. കാഷ്യൂനട്ട് മാത്രം ഇങ്ങനെ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. പക്ഷേ ഇത് ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ സെയിം റെസിപ്പിയിൽ തന്നെ നിങ്ങൾ കുറച്ചധികം കുരുമുളക് ചേർക്കുകയാണെങ്കിൽ ചെട്ടിനാട് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയായി. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. ചെട്ടിനാട് ചിക്കൻ ഒരു തമിഴ് ഡിഷാണെങ്കിലും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി വീണ്ടും കാണാം. താങ്ക്